നിങ്ങൾ കുറേ അധികം സ്വപ്നങ്ങളെല്ലാം കണ്ട് വളരെ പ്രതീക്ഷയോടുകൂടി വളരെ സന്തോഷത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്തൊരു യൂട്യൂബ് ചാനലായിരിക്കും നിങ്ങളത്. നിങ്ങൾ അതിൽ വീഡിയോ എടുക്കുന്നു, പോസ്റ്റ് ചെയ്യുന്നു. എന്നാൽ പോസ്റ്റ് ചെയ്തതിന് ശേഷം അതിൽ വ്യൂസ് ഇല്ല, കമൻസ് ഇല്ല, ലൈക്സ് ഇല്ല. നിങ്ങൾ ചിലപ്പോൾ വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളോട് സ്വയം ചോദിക്കും, ഈസ് ദിസ് വർത്ത് ഇറ്റ്? ഇങ്ങനെയൊക്കെ ആലോചിച്ച് ആ യൂട്യൂബ് ചാനൽ ക്വിറ്റ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ മെജോറിറ്റി ആൾക്കാരും യൂട്യൂബ് ചാനൽ ക്വിറ്റ് ചെയ്യുന്നത് ഒരു റിയൽ ചാൻസ് കൊടുക്കാതെയാണ്. എല്ലാവർക്കും ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് വേണം എന്നുള്ളൊരു തോട്ടാണ് ഇതിന് കാരണമാവുന്നത്. പക്ഷേ ഇതിൻ്റെ റിയാലിറ്റീനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഫസ്റ്റ് 10 വീഡിയോ ചിലപ്പോൾ നമുക്കത് ഫ്ലോപ്പ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. നമ്മൾ തംബ്നെയിൽ ചിലപ്പോൾ പെർഫെക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്കിൻ്റെ സൗണ്ട് ചിലപ്പം കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. ഇതൊക്കെ നോർമൽ ആണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇന്ന് അഡ്മയർ ചെയ്യുന്ന മെജോറിറ്റി ഓഫ് 99% യൂട്യൂബേഴ്സും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. 0 സബ്സ്ക്രൈബേഴ്സ്, 0 കോൺഫിഡൻസ്, പിന്നെ ഒരുപാട് ഡൗട്ട്സും. ഇതൊക്കെ തന്നെയല്ലേ നമ്മളും ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ. അവരാരും നമ്മളോട് പറയാത്തൊരു കാര്യമുണ്ട്. യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു പ്ലാറ്റ്ഫോം അല്ല, ഇറ്റ് ഈസ് എ ജേണി. അതൊരു യാത്രയാണ്. എല്ലാ ജേണിയിലും നമ്മൾ അനുഭവിക്കുന്ന ഒരു പീരീഡ് ഉണ്ട്, ഒരു സോൺ ഉണ്ട്. അതാണ് നമ്മൾ പെയിൻ സോൺ എന്ന് പറയുന്നത്. ഈ ഒരു പെയിൻ സോണിലാണ് നമ്മളെ ക്യാരക്ടർ സത്യം പറഞ്ഞാൽ ബിൽഡ് ചെയ്യുന്നത്. നിങ്ങളോട് നിങ്ങളെ മനസ്സ് മന്ത്രിക്കുന്ന പോലെ കീപ് ഗോയിങ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ 30 വ്യൂ എന്നുള്ളത് നമുക്ക് നാളെ 3000 വ്യൂസിലേക്ക് എത്തിക്കാൻ പറ്റും. ഇന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് ആരും കാണാനില്ലെങ്കിൽ നാളെ നമ്മളോട് അവർ പറയും പോസ്റ്റ് ചെയ്യാതിരിക്കല്ലേ. നമ്മളെ മനസ്സ് നമ്മളോട് തന്നെ പറയും ഐ എം പ്രൗഡ് ഓഫ് യു ഫോർ നോട്ട് ഗിവിങ് അപ്പ്. ഇനിയും നിങ്ങൾ ക്വിറ്റ് ചെയ്യാൻ പോവാണോ? എങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ വൈറലാകണം എന്നുള്ള എക്സ്പെക്റ്റേഷൻ മാറ്റുക, വാല്യൂ കൊടുക്കുക. നിങ്ങൾ നിങ്ങളോട് തന്നെ സ്വയം ചോദിക്കുക, നിങ്ങൾ ഇന്ന് പോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടുന്നതാണോ? ദാറ്റ് ഈസ് എനഫ്. ഒരു 30 ഡേ ചാലഞ്ച് ക്രിയേറ്റ് ചെയ്ത് നോക്കൂ. ഡെയിലി ഓരോ വീഡിയോ വെച്ച് പോസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ വ്യൂസ് മോണിറ്റർ ചെയ്യേണ്ട, നിങ്ങൾ ഗ്രോത്ത് ട്രാക്ക് ചെയ്താൽ മതി. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഉയർച്ച ഉണ്ടാവും. നിങ്ങളെ ക്യാമറ നോക്കി വളരെ കോൺഫിഡൻറ്റോടുകൂടി സംസാരിക്കുക. നിങ്ങളെ മുന്നിൽ ഇപ്പോൾ ഇല്ലാത്ത, എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന ഓഡിയൻസിനോട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളെ കോണ്ടന്റ് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുക. നിങ്ങൾ അത് ഭാവിയിലേക്ക് അവർക്കായി ഉണ്ടാക്കി വെക്കുന്ന ഒരു ലൈബ്രറി തന്നെയായിരിക്കും. ഒരൊറ്റ കാര്യം മനസ്സിലെപ്പോഴും ആലോചിച്ചാൽ മതി, നമ്മളിന്ന് വിത്തുകളാണ് പാകുന്നത്, നമ്മൾ ഫ്രൂട്ട്സ് പറിച്ചെടുക്കുകയല്ല. വിത്തുകൾ വളർന്നു വരാൻ സമയമെടുക്കും. അതുപോലെ തന്നെയാണ് ഈ ജേണി. ഇന്ന് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന നിങ്ങളെ 10ാമത്തെ വീഡിയോ ആയിരിക്കും, എന്നാൽ നിങ്ങളെ 100ാമത്തെ വീഡിയോയിലായിരിക്കും ചിലപ്പോൾ നിങ്ങളെ സക്സസ് ഇരിക്കുന്നത്. പക്ഷെ അതുവരെയുള്ള ജേണി നിങ്ങൾ ഇന്ന് ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക. ഇന്ന് ഗിവ് അപ്പ് ചെയ്യുന്നതിന് പകരം ഇന്ന് തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുക. 1 more ടൈം. ഡെഫിനറ്റ്ലി ഈ വിജയം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ ഈ ജേണിയെ പറ്റി സീരിയസ് ആണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഇനി അങ്ങോട്ടേക്കുള്ള ജേണിയിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം.